നെഹ്റു ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ശശി തരൂർ എം പി വീണ്ടും രംഗത്ത് വരികയാണ്. രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശം എന്ന ആശയം ശക്തിപ്പെട്ടത് കോൺഗ്രസിലെ ഇവരുടെ സ്വാധീനത്തിലൂടെയാണ് എന്നാണ് ശശി തരൂരിന്റെ ലേഖനത്തിലെ വിമർശനം. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് കുടുംബ രാഷ്ട്രീയമെന്നും തരൂർ കുറ്റപ്പെടുന്നു. പി ബസന്ത് ബോധപൂർവമായ ഒരു വിമർശനം എന്ന നിലയിലാണോ ഈ ലേഖനത്തിൽ? എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പരാമർശവും അത് കോൺഗ്രസിനും നെഹ്റു ഗാന്ധി കുടുംബങ്ങൾക്കെതിരായ വിമർശനവുമായി മാറുന്നത്? രതീഷ്, പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു കോളത്തിലാണ് ശശി തരൂർ വീണ്ടും ഗാന്ധി നെഹ്റു കുടുംബത്തിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് ഇത്തരം ഒരു ജനാധിപത്യത്തിന് ഭീഷണിയാകുന്ന ഈ കുടുംബ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കുടുംബമാണ് എന്നുള്ളതാണ്. അതായത് നേതൃത്വം ജന്മാവകാശം എന്ന പ്രചാരണത്തിന് ഒരു അടിത്തറ പാകിയത് നെഹ്റു ഗാന്ധി കുടുംബമാണ്. ജവഹർലാൽ നെഹ്റു, അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുടങ്ങിയ ഇവരിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഇത് ഒരു കുടുംബ രാഷ്ട്രീയത്തെ അത് ഒന്ന് സിമന്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആശയത്തിന് ഒരു അടിത്തറ പാകുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇത് ജനാധിപത്യത്തിന് ദൂഷണമല്ല എന്നുള്ളതാണ്. കഴിവിന് പ്രാമുഖ്യം കൊടുക്കണം. കുടുംബ പാരമ്പര്യമല്ല ഭരണത്തിന്റെ മികവ് തീരുമാനിക്കുന്നത് എന്നാണ് ഇപ്പോൾ ശശി തരൂർ വിമർശിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു മറുപടി പറയാൻ തയ്യാറല്ല. ജയറാം രമേശ് പറഞ്ഞത് ഇത് സ്ഥിരമായി അദ്ദേഹം എഴുത്താണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ശരി, തൽക്കാലത്തേക്ക് അവഗണിക്കുക എന്ന നിലപാട് കുറച്ചു കാലമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം, ഇവിടെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തരൂരിന്റെ കാര്യത്തിൽ തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ, തരൂരിന്റെ നിലപാടുകളിൽ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഈ ലേഖനത്തിലും എന്ന നിലയിലാണ് ഇപ്പോൾ ജയറാം രമേശിന്റെ പ്രതികരണം. എന്താണ് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്?